നവീകരിച്ച മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയവും സോളാർ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തിയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 1.54 കോടി രൂപ ചിലവഴിച്ച് മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് നവീകരണമാണ് പൂർത്തിയായത്. സ്റ്റേഡിയത്തിലെ വൈദ്യുതി ആവശ്യങ്ങൾക്കായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മന്ത്രി കടന്നപ്പള്ളിയുടെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇനിയും ആ നവീകരിച്ച മുണ്ടയാട് ഇൻഡോർ കോർട്ടിന്റെ ഉദ്ഘാടനം അതുപോലെ സ്പോർട്സ് കോൺക്ലേവിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗമായിട്ടുള്ള ഡോക്ടർ പി. മുണ്ടയാട് ഇൻഡോർ കോർട്ടിൻ്റെ ഓരോ പരിഷ്കരണ നടപടികളിലും നിങ്ങൾ നിങ്ങളുടേതായ പങ്ക് വഹിക്കുകയും നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ഒരു ആമുഖവും മുഖവരിയും ആവശ്യമേ ഇല്ല. ഇന്ന് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ MLA ഫണ്ട് 35 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സോളാർ പ്ലാന്റിൻ്റെയും സ്റ്റേഡിയത്തിലെ മേപ്പിൾ ഫ്ലോറിംഗ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിൻ്റെയും ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ വൈദ്യുതി ചാർജ് വളരെയധികം വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ചില സാമ്പത്തിക പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. ഈ ബാധ്യത ഒഴിവാക്കുവാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് നമ്മുടെ പവിത്ര മാഷും നിലവിലെ പ്രസിഡന്റ് അഖിലും നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. അതിനുള്ള അടിസ്ഥാനത്തിലാണ് MLA ഫണ്ടിൽ നിന്നും സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള തുക അനുവദിച്ചത്. പ്രസ്തുത പ്ലാന്റ് കൊണ്ട് ഇവിടുത്തെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം. പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന സ്റ്റേഡിയത്തിൻ്റെ ഫ്ലോറിംഗ് റിപ്പയർ നടത്തുന്നത് മറ്റൊരാവശ്യമായിരുന്നു. വർഷങ്ങളായി വരുന്ന ആവശ്യമായും അത് പ്രവൃത്തിയിലും ഇത് പൂർത്തീകരിക്കുകയാണ്. കായിക പ്രേമികളുടെയും കായിക വിദ്യാർത്ഥികളുടെയും അവർക്കെല്ലാം തന്നെ അവിടെ പ്രയോജനം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇന്ന് നിർവഹിച്ചിരിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജയരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളായ AK ഷെരീഫ്, ആന്റണി സെബാസ്റ്റ്യൻ, നാരായണൻകുട്ടി, സൗബർണിക, PC ആസിഫ്, KK പവിത്രൻ മാസ്റ്റർ, ഷാഹിദ് പള്ളിക്കണ്ടി, VP പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.